ആരുടെ ചടങ്ങായിരുന്നു? ഈ മരിച്ച കൊച്ചിന്റെ അപ്പൂപ്പന്റെയാണ്. അപ്പൂപ്പൻ മരിച്ച 16-ാം ദിവസമായിരുന്നു. ഇന്ന് 16. അതിന് വന്നയാണല്ലേ? എന്റെ അനിയനാണ് മരിച്ചത്. അനിയനാണ് മരിച്ചത്. അപ്പോൾ ഇവിടെ മരിച്ച സമയത്തൊക്കെ വന്നിട്ടുണ്ട്? വന്നിട്ടുണ്ട്. ഇന്നലെ ഇവിടെ വന്നിരുന്നു. ഇന്നലെ ഇവിടെ വന്നു, രാവിലെ വന്നിരുന്നു. ഇവിടെ ആരൊക്കെയാ താമസിക്കുന്നത്? ശരി, ഇപ്പം എന്റെ അനിയന്റെ ഭാര്യ, അവളുടെ മകള്, മകൻ, അവക്കുള്ള 2 പിള്ളേർ. കുഞ്ഞിന്റെ അച്ഛനും അമ്മ. അച്ഛൻ ഇവിടെ താമസമില്ല. കുഞ്ഞിന്റെ സഹോദരൻ, മാമനും അവളും തള്ളയും. അച്ഛൻ ഇന്നലെ ഉണ്ടായിരുന്നില്ലേ? അച്ഛൻ ഇന്നലെ വന്നു. ചടങ്ങിന്റെ തലേദിവസം വരും. അച്ഛൻ എവിടെയാ ജോലി ചെയ്യുന്നത് കുഞ്ഞിന്റെ? അച്ഛൻ ശബരി സ്റ്റോറിൽ. എവിടെയാ അത്? ബാലരാമ മുടുപ്പാറായിട്ടാണ് ഇരിപ്പണം. ബാലരാമ. അപ്പം ഇവിടെ വരാത്ത എവിടെയാ താമസിക്കുന്നത്? ഒരു തങ്ങളിൽ ശകലം പിണക്കമുണ്ട്. പിണക്കമുണ്ടല്ലേ? അതുകൊണ്ട് അവന്റെ വീട്ടിൽ പോവാതെ ഇവിടെ വന്ന് തള്ളേരെ കൂടെ അപ്പൊ തള്ള തിരിച്ച് പറഞ്ഞയക്കുകയൊന്നും ചെയ്യാതെ ഇവിടെ നിർത്തിയിരിക്കുക. അത് കുറെ ദിവസമായി. ഇപ്പോഴല്ല. തർക്കം നേരത്തെ ഉള്ളതാണോ? ഇവരങ്ങളിൽ തർക്കമുണ്ട്. പക്ഷെ അവൻ ഒരു വലിയ തർക്കത്തിനൊന്നും നിൽക്കുന്നവനല്ല. ഇടയ്ക്ക് ഞങ്ങൾ സംസാരിച്ച് ഈ സ്കൂൾ അടച്ചതിന് ശേഷം അവൻ്റെ കൂടെ പോകാമെന്നൊക്കെ ഇവള് പറഞ്ഞിരുന്നു. കൊച്ചിന് സ്കൂള് ഇവിടെ പഠിക്കുകയാണ്. അപ്പോൾ സ്കൂൾ അടയ്ക്കുമ്പോൾ പോവാം എന്ന് നമ്മളടുത്ത് പറഞ്ഞിരുന്നു. പിന്നെ അതിന്റെ ഡീറ്റെയിൽ എന്നാലും അവൻ വരും. വാടകയ്ക്കാണല്ലേ ഇവിടെ താമസം? വാടകയ്ക്കാണ്. അവർക്ക് അപ്പുറത്തൊരു ചെറിയ വീടുണ്ട്. എവിടെയാണ് അത്? കുറെ ചപ്പുറം പോകണം. ബാലരാമത്തിന്റെ അടുത്തേക്ക്? ഇല്ല, ഇതിന്റെ 2-4 അവിടെ ഒരു പള്ളിയുണ്ട്. അപ്പൊ അവിടെ താമസം ഇവരിങ്ങോട്ടാക്കി. എന്തിനാണെന്ന് അറിഞ്ഞൂടാ. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നു. സാമ്പത്തികം ഇവര് ഇഷ്ടംപോലെ കടബാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. അതെന്തായിരുന്നു കാരണം? അത് അറിഞ്ഞൂടാ. സാധാരണ ജീവിതമല്ലേ അത് നമുക്ക് അറിഞ്ഞൂടാ. ആരുടെടുത്തും പറഞ്ഞിട്ടില്ല. നമ്മൾ ചോദിച്ച പറയില്ല. കടമെന്ന് പറയുമ്പോൾ നല്ല കടങ്ങൾ ആളുകൾ കൊടുത്തിട്ടുണ്ടെന്നാണ് പലവരും. പോലീസ് സ്റ്റേഷനിൽ ഒരു 30 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞൊരു പരാതിയായിട്ട് ഈ കുഞ്ഞിന്റെ അമ്മ പോയി എന്ന് പറയുന്നു. അതിനെ കുറിച്ചിട്ട് എങ്ങനെ എന്തെങ്കിലും? ആക്കോ പൈസ കൊടുത്തു. അവര് തിരിച്ച് എന്തോ എന്തോ ആണ് കൊടുത്തെന്ന് പറയുന്നു. അതിന്റെ ഡീറ്റെയിൽ അറിഞ്ഞൂടാ. ജോലിക്ക് വേണ്ടി പണം കൊടുത്തു അങ്ങനെ എന്തെങ്കിലും? അതൊന്നും പറയില്ല. പറയില്ല. അവള് കൃത്യമായിട്ട് അറിയില്ല. അവള് ചോദിച്ച കല്ലുവനായിരിക്കും. അറിയില്ല. പിന്നെ ഇടയ്ക്ക് നമ്മൾ ഇവിടെ വന്ന സ്ഥിതിക്ക് ഈ കടബാധ്യതയൊക്കെ ഉള്ളതുകൊണ്ട് ഒരു വണ്ടി TC-കാരൻ വരുമായിരുന്നു. ഫൈനാൻസർ മെഡിക്കൽ കോളേജിന്റെ അവിടെ. അതായത് പലിശക്ക് വാങ്ങിച്ചിട്ടുണ്ട്? ഇല്ല, അത് വണ്ടി TC ഇട്ടെടുത്തില്ല. സ്കൂട്ടറാണോ? അല്ല, കാറുണ്ട് ഇവർക്ക്. അത് പിന്നെ പൈസ അടയ്ക്കാതെ അവർ വന്നതാണ്. അതിലെന്തോ കുറെ പൈസ അടയ്ക്കാനുണ്ടായിരുന്നു. കൊടുക്കാൻ ഇവിടെ ചോദിച്ചപ്പോൾ വണ്ടിയില്ല എന്ന് പറഞ്ഞു. ഞങ്ങളത് കണ്ടുപിടിച്ചു. വണ്ടി കിടന്ന സ്ഥലവും കണ്ടുപിടിച്ചു. തിരിച്ച് കള്ളം പറഞ്ഞോ? വണ്ടി നമ്മൾ അവരെടുത്ത് എടുത്തുണ്ടോ പറഞ്ഞു. TC-കാർ ഇട്ടിട്ട് എന്തെങ്കിലും കാശുണ്ടെങ്കിൽ കൊടുക്കും. ബന്ധുക്കൾ നില നിങ്ങൾ പലപ്പോഴും ഇടപെട്ടിട്ടുണ്ട് വിഷയം? എന്തെങ്കിലും ആവശ്യം വരുമ്പോഴേ വരുള്ളൂ. പൈസയ്ക്കാവല്ലേ ആവശ്യം. നിങ്ങളടുത്ത് വരും അല്ലേ? ബന്ധമുണ്ട്? നല്ല ബന്ധമുണ്ട്. ഇതുപോലെ അല്ലാതെ നിരന്തരം നമ്മളുമായിട്ട് സമ്പർക്കമില്ല ആണ്. അത് കുറെ ഒരു 2 കൊല്ലത്തിനിപ്പുറം. ഇന്നലെ എത്ര മണിക്കാണ് ഇവിടെ ചേട്ടൻ വന്നത്? ഞാൻ ഇവിടെ ഒരു 10 മണിക്ക്. രാത്രി? ഇല്ല, രാവിലെ. ഇന്നത്തെ കാര്യം എന്തിനാണെന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടി. ബന്ധുവാണ്. എന്റെ പേരെന്താ? ഹരികുമാർ. ഇന്നും ചടങ്ങിന് വന്നതാണോ? പറഞ്ഞു വന്നത്. അടുത്താണോ വീട്? ചേട്ടന് അറിയാവുന്ന എന്താ ഇവരെ കുറിച്ച്? ഇതേപോലെ തന്നെ അറിയാവുന്ന സാമ്പത്തിക ബാധ്യതയുണ്ട്. സാമ്പത്തികം നിങ്ങളൊന്നൊക്കെ വാങ്ങിയിട്ടുണ്ടോ? പണം വാങ്ങി? ഒരുപാട് പേര് പറയുന്നുണ്ട് പണം വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ വാങ്ങിച്ചിട്ടില്ല. നമ്മൾ ഒരു 3 കിലോമീറ്റർ മാറിയാണ് നമ്മൾ താമസിക്കുന്നത്. ഇപ്പൊ ഈ ഭർത്താവ് ഇപ്പൊ മാറി താമസിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി കുഞ്ഞിന്റെ അച്ഛൻ? 2 വർഷം വരും. 2 വർഷം വരും. അവിടെ വല്ലപ്പോഴും വരും. ആഴ്ചയിലൊരിക്കൽ വരുമായിരുന്നു. ആഴ്ചയിൽ 1 ദിവസം വന്ന് താമസിച്ചിട്ട് അടുത്ത ദിവസം പിറ്റേ ദിവസം പോകും. കാശൊക്കെ കൊടുക്കുമായിരുന്നു. അങ്ങനെ വലിയ കുഴപ്പമുള്ള നമുക്കും താൽക്കാലിക ജോലിയാണല്ലേ ദേവസ്വം ബോർഡിൽ? അവള് പറയുന്ന സുരമെന്നൊക്കെയാണ്. നമുക്ക് അതിന്റെ ഡീറ്റെയിൽ അറിഞ്ഞൂടാ. അതായത് കൃത്യമായി പറയില്ല എന്നുള്ളത്? കൃത്യമായി പറയില്ല. കുഞ്ഞിന്റെ കാര്യത്തിൽ എന്താ? കുഞ്ഞിന്റെ ഇന്നലെ പിന്നെ ഞാൻ വന്നപ്പോൾ കുഞ്ഞ് ഉറങ്ങി കിടക്കുകയായിരുന്നു. ഞാൻ ഇവിടെ വന്ന് എന്റെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഒരു വെപ്രാളം പോലെയൊക്കെ തോന്നിയതുകൊണ്ട് ഞാൻ ഇന്നലെ ആട്ടോ പിടിച്ചാൽ കൊണ്ടുപോയി. ഒരു 90 വയസ്സായ. അതുകൊണ്ട് ഞാൻ അങ്ങ് കൊണ്ടുപോയി ഇന്ന് ചടങ്ങിന് വരാം. ഈ സാധനങ്ങളും എല്ലാം വാങ്ങണമെന്ന് അറിയാനാണ് വന്നത്. അപ്പൊ അവളെ ഈ പയ്യന്റെ എന്റെ അനിയന്റെ മച്ചമ്പിക്കാരൻ പറഞ്ഞു സാധനം ഇന്നത്തെ സാധനമൊക്കെ അവർ വാങ്ങും.
ഇന്നിപ്പോ കുറെ പേരെ പരിപാടിക്ക് വിളിച്ചിരുന്നു. മരണാനന്തര അത് ഏറ്റവും അടുത്ത് ബന്ധുക്കൾ വരുമായിരുന്നു. ഈ തളിയെന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട് 16, അതേക്കാൻ വേണ്ടി വരുമായിരുന്നു. അതോടുകൂടി ഈ ചടങ്ങ് തീരും ഇന്നത്തോടുകൂടി. ഭാര്യന്റെ അനിയനും ഭാര്യയായിട്ട് നല്ല കൂട്ടാണോ? ഭാര്യരെ ഇവിടെ താമസിക്കുന്നുണ്ടല്ലോ ഭാര്യന്റെ അനിയൻ സഹോദരൻ. സഹോദരൻ അവൻ പയ്യൻ ഒരു വലിയ കുഴപ്പമൊന്നുമില്ല ഇരുന്ന പയ്യനാണ്. ഇവിടെ താമസിക്കുകയാണ്. അവൻ 2 ദിവസം കൊണ്ട് ശകലം കുഴപ്പക്കാരനാണെന്ന് ഞാൻ വന്നപ്പോൾ അറിയും. എന്താണ് കുഴപ്പം? നമ്മുടെ വീട്ടിൽ ബഹളം കാണിക്കുന്നു, അവളെ ഉപദ്രവിച്ചു എന്നൊക്കെ പറയുന്നു. ആരാ അത് പറഞ്ഞത്? അവള് തന്നെയാണോ? അല്ല, അവളുടെ തള്ളയാണ്. നിന്റെ അമ്മേന്റെ അമ്മ പറഞ്ഞു. ഇനി അതുമായി ബന്ധപ്പെട്ട് ഇനി എന്തെങ്കിലും ഉണ്ടാവുമെന്ന് ചേട്ടൻ എന്താ തോന്നുന്നു? ഇത്രയും ദിവസമായിട്ട് ഇവിടെ വരുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഇവരുടെ സത്യാവസ്ഥ തള്ളയ്ക്കും മകൾക്കും അറിയാം. അതായത് കുഞ്ഞിന്റെ അമ്മയ്ക്കും കുഞ്ഞിന്റെ അമ്മേന്റെ അമ്മയ്ക്കും അറിയാം. പക്ഷെ ഇത് നേരത്തെ ഈ അറിയാവുന്നുള്ള കാര്യം ബന്ധുക്കളെ അറിയിക്കുകയോ അവളെ നേരായ മാർഗത്തിൽ കൊണ്ടുപോകണമെന്ന് ഈ തള്ള വിചാരിച്ചില്ല. എങ്കിൽ ഇത്രയും വരില്ല. ആരുടെയും പറയേ ബന്ധുക്കളെ കൊണ്ട് ഇത് അവളും വളം വെച്ചു കൊടുത്തു, ഉണ്ടാതെ ഇരുന്നു. അവനെ വാങ്ങേണ്ടടുത്തു നിന്നൊക്കെ വാങ്ങി ഇവരാക്കുകൊണ്ട് കൊടുത്തെന്ന് അറിഞ്ഞോളൂ. ആർക്കും ഒരാളിന് പൈസ കൊടുത്തെന്നാണ് പറയുന്നത്. അത് പേര് വെളിപ്പെടുത്താനൊന്നും നമ്മൾ തയ്യാറല്ല. എത്ര ഉണ്ട് എന്നറിയാവോ എമൗണ്ട്? ഇവര് ഇങ്ങനെ കൊടുക്കാൻ നമ്മൾ പലരും ഒക്കെ ചോദിക്കുമ്പോഴാണ് അറിയുന്നത് എനിക്ക് തരാനുണ്ട്. അല്ല, ഇത് ഒരു വ്യക്തതയില്ല എന്താണ് ഏതാണ്. ഇവള് ഒറ്റയല്ല, വേറെ സിംഗലുകൾ കാണുമെന്നാണ് നമ്മളെ ഒരു നിയമനം. ഈ പൈസ സാമ്പത്തിക തട്ടിപ്പ് പോലെ എന്തെങ്കിലും കാണും, അല്ലെങ്കിൽ ഇത്രയും കാശ് ഒപ്പിച്ച് കൊണ്ടു കൊടുക്കേണ്ട കാര്യമല്ല. ഇത്രയും കാശ് എന്ന് പറഞ്ഞാൽ കാശിന്റെ വലിപ്പം എങ്ങനെ നിങ്ങൾക്ക് അറിയാമോ? ഇപ്പൊ പറയണായിട്ട് ഒരു 10-30 ലക്ഷം രൂപയ്ക്ക് പുറത്ത് പോകുമെന്നാണ് പറയുന്നത്. ആ കാശിന്റെ പ്രശ്നവും ഈ മരണവുമായിട്ട് എന്തെങ്കിലും ബന്ധം ചേട്ടൻ കാണുന്നുണ്ടോ? ഈ കൊച്ചിന്റെ മരണം അത് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇവള് പിന്നെ എന്തെങ്കിലും ചെയ്തിട്ട് ഇനി ആൾക്ക് പൈസയും കൊടുക്കണമല്ലോ, വല്ല ആത്താറ്റ പോയി കിടക്കാന്ന് പറഞ്ഞു. ഇവര് ഇനിയിപ്പം ഈ പണം ഇത് കുഞ്ഞിനെ കൊന്ന് ആത്മഹത്യ ചെയ്യുക അങ്ങനെ എന്തെങ്കിലും കാണും. അങ്ങനെ കാണും. ആദ്യഘട്ടത്തിൽ പോലീസ് സംശയം പറഞ്ഞിരുന്നു. ആ ഷെഡിൽ ഒരു 3 കയറ് തൂക്കിയിട്ടുണ്ട്. നിങ്ങൾ അന്നേരം ഇവിടെ ഉണ്ടോ? പോലീസ് സംശയം പറയുന്ന ഇല്ല, പിന്നീടാണ് അങ്ങനെ സംശയം ആദ്യഘട്ടത്തിൽ പോലീസ് പറഞ്ഞിരുന്നു. അങ്ങനെ ഇപ്പൊ വേറെ ഒരാൾ വരും, 3 കയറ് കിടന്നു. അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഇവരുടെ അടുത്ത ബന്ധുവാണ്. ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഇതിൽ നിന്ന് ഊരാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ ആയതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാന്നുള്ള ഒരു തീരുമാനത്തിൽ എത്താനും വഴിയുണ്ട്. കുഞ്ഞെന്തായാലും സ്വന്തം നിലക്ക് പോയിട്ട് അത് സംഭവിക്കില്ല. അത് വരില്ല. അതുമല്ല, അത് പിന്നെ ആൾമറിയില്ല. ഇപ്പൊ നല്ല സംസാരിച്ച് തുടങ്ങിയതേ ഉള്ളൂ. നല്ല കഴിവില്ല സംസാരിക്കും കുഞ്ഞല്ലേ. നല്ലോണം കളിക്കുകയൊക്കെ ചെയ്യോ? ആണ് അറിഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചു ചിലപ്പോ ആരെങ്കിലും എടുത്തോണ്ട് പോയാ പെട്ടെന്ന് വരെയായിരുന്നു. പിന്നീടാണ് അറിയുന്നത് നമ്മളിവിടെ. കുഞ്ഞിന്റെ അമ്മ ഒരു നിഴല് കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അതിലെന്തെങ്കിലും തോന്നുന്നുണ്ടോ ചേട്ടന്? അവർക്ക് നല്ല അടി കൊടുത്താൽ അറിയും എന്താണ്. കളവ് പറയുന്നൊരു പ്രകൃതാണ് അല്ലേ? കളവ് ആണ്, സത്യം പറഞ്ഞിട്ടില്ല. നമ്മളെ സംബന്ധിച്ച് അവിടെ സത്യം വന്നിട്ടില്ല. നിങ്ങൾ ഇടപെട്ടിട്ട് പരിഹരിക്കാൻ പറ്റുമായിരുന്നില്ലേ? ബന്ധുക്കൾ ഇടപെട്ടിട്ട് പറ്റില്ല. കാര്യം ബന്ധുക്കള് അങ്ങനെ വലിയ സാമ്പത്തികം ഉള്ളവരല്ല. അപ്പൊ ഇതിന് ഏറ്റുനിന്ന ഇതിനുള്ളൊരു ഇത് പരിഹരിക്കണ്ടേ? ഈ കൊടുത്തവര് നമ്മളെടുത്ത് സമാധാനപ്പെടില്ലല്ലോ. നമ്മൾ ആരെങ്കിലും വന്ന് ഏക്കാന്ന് പറഞ്ഞാൽ അവർ നിൽക്കുമോ? അവർക്ക് ഉടനെ വേണമെന്ന് പറയും. താങ്കൾ എത്ര മണിക്ക് അറിയുന്നു മരണത്തിനെ കുറിച്ച്? വന്നതിന് ശേഷമാണോ അറിഞ്ഞത്? ഞാൻ 6:30 അറിഞ്ഞു. ആരെ വിളിച്ചു പറഞ്ഞു? എന്റെ ഭാര്യ വിളിച്ചു പറഞ്ഞു. അതായത് എന്റെ സഹോദരി വണ്ടി ആക്സിഡന്റിന് മെഡിക്കൽ കളയിൽ കിടക്കും. അപ്പൊ അവിടെ എന്റെ ഭാര്യ കൂട്ടിരിക്കുക. അപ്പൊ തന്നെ അറിഞ്ഞു ഇങ്ങോട്ടേക്ക് വന്നു? ഉടനെ വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്നൊരു 4 കിലോമീറ്ററോളം.